അയാൾ കേൾക്കാൻ മനസ്സില്ല. കാരണം അയാൾ ഇരുന്ന് ചിരിക്കുക. ആള് അഹങ്കാരിയാണ്. ആളെ ഇവിടെ നിന്ന് മാറ്റണം. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. അത് അംഗീകരിക്കാനോ അത് ജനങ്ങളുടെ ആവശ്യം ഉൾക്കൊള്ളാനോ ഇയാൾക്ക് പറ്റില്ല. ഇവിടെ പ്രതിഷേധമായിട്ട് വരുന്നവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതിപ്പോ 19 ആരാണ് അങ്ങനെ പറഞ്ഞത്? ഫോറസ്റ്റുകാര് പറഞ്ഞേക്കണേ, നിങ്ങൾ എന്തെങ്കിലും പ്രതിഷേധമായിട്ട് വന്നാൽ നിങ്ങളെ വീട്ടിൽ കിടത്തി ഉറക്കില്ല, നിങ്ങൾക്കെതിരെ കള്ളക്കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇതുകൊണ്ടാണ് ആളുകള് അടങ്ങി ഒതുങ്ങിയിരിക്കണേ. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ അടങ്ങാൻ തയ്യാറല്ല. ഇനി എന്തിനും ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, മറ്റുള്ളവർക്ക് മറ്റ് ജോലിക്ക് പോകണം. ഇവർക്ക് ജീവിക്കാനുള്ള അവകാശം, ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. അതിനാണ് ഇത് മരിക്കണ വരെ ഇവിടെ സമരം ചെയ്യും. ഇനി ഇതിനൊരു തീരുമാനം DFOയും കളക്ടറും വന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിന് മാത്രമേ ഞങ്ങൾക്ക് ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. DFO മാറണം, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല DFO എന്നാണ് നിങ്ങളുടെ ആരോപണം. തീർച്ചയായിട്ടും പുള്ളി ഒരു അഹങ്കാരിയാണ്. ആളുകളെ മനസ്സിലാക്കാൻ ആൾക്കറിയില്ല. അപ്പൊ ആളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിയിട്ട് ഒരു നല്ല ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ജനങ്ങളെ കേൾക്കുന്ന ഒരു മനുഷ്യൻ വേണം. കാരണം വേറെ ഒന്നല്ലാതെ ഇവിടെയുള്ള ജനങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം മേടിച്ച് ഒരു AC റൂമിലിരുന്ന കാര്യം നടക്കോ? പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, അവർക്കുള്ള അവകാശം, അവിടെ ഭൂമി സംരക്ഷിക്കണം, അവിടെ വീട് സംരക്ഷിക്കണം. ഇതിന് ഗവൺമെന്റ് പെട്ടെന്ന് നടപടിയെടുത്തേ സാധിക്കുകയുള്ളൂ. കുട്ടികൾ പഠിക്കാൻ പോണ സ്ഥലമാണ്. ഇവിടെ നിന്ന് രാവിലെ തുടങ്ങി കുട്ടികൾ പോണോ, സ്ത്രീകളടക്കം ഇവിടുന്ന് ജോലിക്ക് പോണതാണ്. രാത്രി പാതിര കഴിഞ്ഞിട്ടും വരുന്നു. പല സ്ത്രീകളെയും ആന ഓടിച്ച് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിഷമിച്ച് സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. മക്കള് വന്നവരെ, ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വന്നവരെ സങ്കടത്തോട് തന്നെ അവരെപ്പ എത്തും ആനയുണ്ട് എന്നുള്ളത്. ആന കാട്ടി തന്നെ ഇപ്പോഴും സ്റ്റേ ചെയ്തേക്കാം. അവിടുന്ന് പോയിട്ടില്ല.